ഹായ് കൂട്ടുകാരെ, ഞാൻ രമ്യ സന്ദീപ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ തട്ട ഒരുപ്പുറത്തെ ദേവീക്ഷേത്രത്തിനടുത്താണ്. കുഞ്ഞുങ്ങളെയും കൊണ്ടാണ് മെയിനായിട്ട് ഞാൻ ഇവിടോട്ട് വന്നത്. കുഞ്ഞുങ്ങളെയും കൊണ്ട് വരാൻ പറ്റുന്ന ഒരു അടിപൊളി പാർക്കും അതിനേക്കാൾ ഉപരി കുറച്ചധികം ആനിമൽസ് ഉണ്ട് ഇവിടെ. കുറേയധികം സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള താരങ്ങളാണ്. അവരെ എല്ലാവരെയും പരിചയപ്പെടാം. ഇതാണ് ചിക്കു നന്ദന ചേട്ടൻ. 100 വർഷം പഴക്കമുള്ള തൻ്റെ വീടിന് ചുറ്റും ഒരു അത്ഭുത ലോകം സൃഷ്ടിച്ചിരിക്കുകയാണ് ഇദ്ദേഹം. നന്ദന ഫാംസ് ആൻഡ് ചിൽഡ്രൻസ് പാർക്കാണിത്. കൂടാതെ ഇവിടെ ഒരു അടിപൊളി മിനി മ്യൂസിയം കൂടിയുണ്ട്. നമുക്കിതെല്ലാം പറഞ്ഞു തരുന്നത് ഇദ്ദേഹത്തിന്റെ മക്കളാണ്. മോന്റെ പേരെങ്ങനെയാ? നന്ദകിഷോർ. മോന്റെ? ഇവരാണ് നമ്മളെ ഗൈഡ് ചെയ്യുന്നത്. നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. നമുക്ക് ഉള്ളിലോട്ട് കയറി കാണാം. നമ്മൾ ഇറങ്ങി വരുമ്പോൾ തന്നെ ഇവിടെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. ഇത് എന്തൊക്കെയാ മോനെ? ഈ കാണുന്നത് നമ്മുടെ ബാഹുബലി എന്ന സിനിമയിലേക്ക് ഉപയോഗിച്ച പീരങ്കിയാണ്. ഡെമോ പീരങ്കിയാണ്. PVC ഉപയോഗിച്ചാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തത് നിവിൻ പോളിയുടെ സാറ്റർഡേ നൈറ്റ് എന്ന് പറയുന്ന സിനിമയ്ക്കകത്തേക്ക് ഉപയോഗിച്ച 4 വീൽ രഥമാണ്. 4 വീലിന്റെ രഥം. ഈ കാണുന്നത് 2 വീലിന്റെ രഥമാണ്. ഒരു കുതിര കെട്ടി വലിക്കുന്ന 2 വീൽ രഥമാണ്. ഇതിന്റെ തൊട്ട് ഫ്രണ്ടിൽ കാണുന്നത് ടോപ്പ് ഇല്ലാത്ത ടൈപ്പിലെ കുതിരവണ്ടിയാണ്. ഈ കാണുന്നത് നമ്മുടെ റോമൻസ് എന്ന സിനിമയിലേക്ക് ഉപയോഗിച്ച കുതിരവണ്ടിയാണ്. ഏകദേശം 46 വർഷത്തോളം അടുത്ത് പഴക്കമുണ്ട്. ഈ കാണുന്നത് നമ്മുടെ തേന്മായും കൊമ്പ് സിനിമയ്ക്കകത്തെ കാളവണ്ടിയാണ്. അതിനകത്ത് ഓലയായിരുന്നു മാറ്റി പരമ്പാക്കി എടുത്തതാണ്. ഏകദേശം 110 വർഷത്തോളം കാലപ്പഴക്കമുണ്ട്. ഇവിടെ ഉള്ളവരെല്ലാം സിനിമയിൽ അഭിനയിച്ചവർ തന്നെയാണ് ഉള്ളത്. അതെ അതെ. ഈ കാണുന്ന ഒരു ടിനി ഹൗസ് ആണ്. ആൾക്കാർക്ക് ഫോട്ടോ എടുക്കാനൊക്കെ ചെയ്തിരിക്കുന്നതാണ്. നമുക്ക് കയറി ഇരുന്ന് ഫോട്ടോ എടുക്കാം. സ്റ്റെപ്പിലൊക്കെ കയറി ഇരുന്ന് ഫോട്ടോ എടുക്കാം. അകത്തൊന്നുമില്ല, വെറും റൂം മാത്രം. അത്രേ ഉള്ളൂ. കാണുന്ന ഒരു ഒറ്റ തടിയിൽ തീർത്ത കൊതുമ്പ് വെള്ളമാണ്. 2 പേർക്ക് ഇരുന്ന് സഞ്ചരിക്കാൻ പറ്റുന്ന വെള്ളമാണ്. ഒറ്റത്തടിയിൽ തീർത്തത്. അതെ അതെ. എത്ര വർഷം പഴക്കമുണ്ട് ഇതിന്? ഇതിന് ഏകദേശം 46 വർഷത്തോളം. 46 വർഷത്തോളം പഴക്കം. ഇതൊരു ട്രംബോളിനാണ്. കുട്ടികൾക്ക് ഇങ്ങനെ ചെരിപ്പൂരി കയറി ചാടാൻ പറ്റുന്ന രീതി സെറ്റ് ചെയ്തേക്കുക. ഇതൊരു ഏവിയറി സെറ്റ് ചെയ്തേക്കുന്നതാണ്. ഓക്കെ. ആ മേളിൽ ഇരിക്കുന്നതെല്ലാം ആഫ്രിക്കൻ ലവ് ബേർഡ്സ് എന്ന് പറയുന്ന ബേർഡാണ്. ഈ കാണുന്നത് ഡയമണ്ടോ, ബട്ടർ കോയി. ഇനി നമുക്ക് മെക്കാവ് ഉണ്ട്. 9 മാസം പ്രായമായിട്ടുള്ള മെക്കാവിന് തക്കുടു എന്നാണ് ഞങ്ങൾ പേരിട്ടിരിക്കുന്നത്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ആഫ്രിക്കൻ ഗ്രേ പാർക്ക് എന്ന് പറയുന്നൊരു ഐറ്റം ഉണ്ട്. അതിനും 1 വയസ്സായിട്ടേ ഉള്ളൂ. മുത്തെന്നാണ് അതിൻ്റെ പേര്. നമ്മളെ പറയുന്ന പോലെ ശ്രദ്ധിച്ച് കേൾക്കുക. ദേഹത്ത് തൊടാൻ അവർക്ക് തലയെ മാത്രമേ തൊടുന്ന ഇഷ്ടം. അപ്പോൾ തലയെ മാത്രം തൊട്ടോളൂ. ഇങ്ങനെ ചൊറിഞ്ഞു കൊടുത്താൽ മതി. ഇഷ്ടമാണ്. ചേച്ചി പിടിച്ചോളൂ. പേടിപ്പിക്കായിരുന്ന മാത്രം മതി. ഞാൻ വിടുവാണേ. ഒരു ബേഡ്സിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക. കടിക്കുകയോ തൊടിക്കുകയോ എന്നൊന്നും ചോദിക്കേണ്ട. ഒരു ആനിമൽസും ഒന്നും ചെയ്യത്തില്ല. ഫുൾ ടൈംഡ് ആണ്. ഒരു കാരണവശാലും കുട്ടികൾ വാലെ പിടിക്കരുത്. വാലെ പിടിച്ചാൽ പോയി വിട്ടോളൂ. വേണേ വിട്ടോളൂ. മാറിക്കോളൂ സാറേ. ഈ കാണുന്നത് ബോൾ പൈത്തൺ എന്ന് പറയുന്ന ഐറ്റമാണ്. ബോൾ പൈത്തനെ ഞാനൊരു കാര്യം മുമ്പേ പറഞ്ഞില്ലായിരുന്നു. അതുകൊണ്ട് നിങ്ങളെ ഒന്നും പേടിക്കേണ്ട. എല്ലാം ഫുൾ ടൈംഡ് ആണ്. കുഞ്ഞിനെ നോക്കിക്കോണം. ഇതിപ്പോ ഞാൻ പറഞ്ഞ അങ്ങനെ അനങ്ങാതെ കിടക്കുന്നു. ചേർത്ത് പിടിച്ചു. വേണ്ട, അവിടെ ഇല്ല, തോളെ കൂടി. ബ്രീത്തിങ് വിട്ടോളൂ മാഡം. നേരെ നോക്ക്. എല്ലാ ആവശ്യം തരാതെ എടുത്തോട്ടെ. ഈ കാണുന്നത് മംഗോളിയൻ ഗർബിൽ എലിവർഗത്തിൽ പെടുന്ന ഒരു ഐറ്റമാണ്. താഴെ ഇടരുത്. താഴെ ഇട്ട് അപ്പോഴേ ഡെഡായിട്ട് നിങ്ങൾ പേടിക്കരുത്. ഇത് എലി പരത്തുന്ന ഒരു അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഇങ്ങനെയുള്ള ഐറ്റംസ് മാത്രമേ കഴിക്കത്തുള്ളൂ. വേറെ ഒന്നും കഴിക്കത്തില്ല. ഈ കാണുന്നത് നമ്മുടെ ഇടിയാടാണ്. ഫൈറ്റിങ്ങിന് ഉപയോഗിക്കുന്ന ഇടിയാട്. ചേട്ടാ, ഈ കാണുന്ന ഇടിയാടാണ്. ഫൈറ്റിങ്ങിന് ഉപയോഗിക്കുന്ന ഇടിയാടാണ്.
ദാണ്ട് ഈ കാണുന്നതാണ് സിൽക്കി കോഴി. സിൽക്കി കോഴി. ദാണ്ട് ഈ കാണുന്നതാണ് ഗിനിപ്പന്നി. ഗിനിപ്പിക്കുന്ന അല്ലേ? ദാണ്ട് ഈ കാണുന്നതാണ് ഫാൻസി കോഴി. ഫാൻസി കോഴി. മോനെ തൊടല്ലേ മോനെ, തൊടല്ലേ മോനെ. അത് കണ്ടെന്ന് ഞാൻ. ഇതൊരു പഴയ ഡീസൽ ഓട്ടോറിക്ഷയാണ്. അതെടുത്ത് നമ്മളൊരു കിളിക്കൂടാക്കി എടുത്തു. അതിനകത്ത് കിടക്കുന്നത് പേർഷ്യൻ ക്യാറ്റ്. ഒരു കുഴപ്പമുണ്ടാക്കല്ലേ? അതിലെല്ലാം കൃത്യമായിട്ട് വാക്സിനേഷൻ ഒക്കെ ഉള്ളതാണ്. ഒന്നെയാണ് ഫാൻഡേൽ പീജൺ. അതിന്റെ തൊട്ടിപ്പുറത്ത് കാണുന്നത് ലവ് ബേർഡ്സ്. ഓക്കെ. അതിന്റെ തൊട്ടപ്പുറത്ത് കാണുന്നത് ഫിഞ്ചസ് എന്ന് പറയുന്ന ബേർഡാണ്. ഫിഞ്ചസ്. മമ്മൂക്കായുടെ ഭ്രമയുഗം സിനിമയിൽ ഒരു താരത്തിനെ നമുക്ക് കാണാം. ഇതാണ് നമ്മുടെ മമ്മൂട്ടിയുടെ ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമയ്ക്കകത്തേക്ക് കൊടുത്ത ഫെർക്ക് എന്ന് പറയുന്ന ഒരു ഐറ്റം ആണ്. ഫെർക്ക്. അതെ. സുമാർ 24 മണിക്കൂർ 22 മണിക്കൂർ ഉറക്കമായിരിക്കും. നമുക്ക് ഭാഗ്യം കൊണ്ടാണ് ഇപ്പൊ ഈ ഓണം. അതെ അതെ. ഫീഡ് കൊടുക്കുന്ന ടൈം ആയതുകൊണ്ട് എണീറ്റതാ. ഓക്കെ. തൊട്ടപ്പുറത്ത് കാണുന്നതാണ് ഇഗ്വാന. ഈ കാണുന്നതാണ് നമ്മൾ സാധാ വളർത്താൻ ഉപയോഗിക്കുന്ന പ്രാവുകളാണ് ഈ കാണുന്നത്. ഈ കാണുന്നതാണ് കൃഷ്ണപശു. അതായത് കൃഷ്ണപശുവും പുങ്കനൂർ ക്രോസ് ആയിട്ടുള്ളതാണ്. കൃഷ്ണപശുവിൽ ഏറ്റവും ഷോർട്ടും ഇത് തന്നെയാണ്. അതിന്റെ ഡാവാണ് തൊട്ടപ്പുറത്തിരിക്കുന്നത്. ഈ കാണുന്നത് ഗൂസ് എന്ന് പറയുന്നത് ഐറ്റമാണ്. ഗൂസ്. ഈ കാണുന്നതാണ് യമു പക്ഷി. അതായത് ഒട്ടകപ്പക്ഷി എന്ന രണ്ടാമത്തെ ഏറ്റവും വലിയ പക്ഷിയാണ് യമു പക്ഷി. ഇതിന്റെ ഒരു മുട്ടയ്ക്ക് 1500 മുതൽ 3000 രൂപ വരെ വില വരാറുണ്ട്. ഇവിടെ നമുക്ക് 3 എണ്ണം ഉണ്ട് അല്ലേ? നമുക്ക് 3. ഇതിപ്പോ എത്ര വർഷമായിട്ട് ഇവിടെ ഉണ്ട്? ഇത് 21 വർഷമായിട്ടുണ്ട്. പക്ഷെ ഇവിടെ പക്ഷെ നമ്മൾ കാണിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 3.5 വർഷം ആവുന്നേ. ഇത് കണ്ടോ മോനെ? ഇത് കണ്ടോ? നോക്കുന്നുണ്ടോ മോനെ? നോക്കുന്നു. കണ്ടോ? കണ്ടോ? നോക്കുന്നുണ്ടോ? കൊത്തുവോ? ഈ കാണുന്നതാണ് പോണിക്കുതിര. ബിർള എന്നാണ് പേര്. നമ്മുടെ ഇവിടെയൊക്കെ വണ്ടി വലിക്കാൻ ഉപയോഗിക്കുന്ന കുതിരയാണ്. ഇത് പാല് തരുന്ന കഴുതയാണ്. 1 ലിറ്റർ കഴുതപ്പാൽ 6500 രൂപ വില വരും. ഈ മുഖത്തൊക്കെ തേക്കുന്ന ക്രീംസ് ഒക്കെ ചെയ്യുന്നത് കഴുതപ്പാലിൽ നിന്നാണ്. ഈ കാണുന്നതാണ് ഫാൻസി പോണി. തൊട്ടപ്പുറത്ത് കാണുന്നതാണ് നമ്മൾ ഇവിടുത്തെ മെയിൻ കുതിര. ആമി എന്നാണ് പേര്. മമ്മൂട്ടിയുടെ ടർബോ എന്ന പടത്തിലെ മെയിൻ കുതിരയാണ് ആമി. കുഞ്ഞിനെ തൊടിക്കാവോ? എടുത്തിട്ട് മതി മതി. ബെനൂർ ഷീപ്പ്. കർണാടക ബെനൂർ എന്നൊരു ഗ്രാമമുണ്ട്. അവിടുന്ന് കൊണ്ടുവന്ന ചെമ്മരിയാടാണ്. ഒരു രോമം ഫുള്ള് നമ്മൾ ട്രിം ചെയ്ത് കളഞ്ഞതാണ്. ഈ കാണുന്നതാണ് കനേഡിയൻ പിഗ്മി. അതായത് ആട് വർഗത്തിൽ ഏറ്റവും ചെറിയ ആട്. ഈ കാണുന്നത് കനേഡിയൻ പിഗ്മിയാണ്. പക്ഷെ ലോങ് ഹെയർ എന്ന് പറയുന്ന ടൈപ്പാണ്. ലോങ് ഹെയർ. ഈ കാണുന്നതാണ് നമ്മൾ തമിഴ്നാട്ടിലൊക്കെ കാണുന്ന പോരുകോഴി. ഫൈറ്റിങ്ങിന് ഉപയോഗിക്കുന്ന പോരുകോഴിയാണ്. ഈ കാണുന്നതാണ് ഫ്ലൈയിങ് ഡക്ക്. അപ്പൊ ഇത് പറക്കത്തില്ലേ? മുകളിൽ കൂടെ ഇത്ര ഹൈറ്റ് പറക്കത്തില്ല. പറയും ഗ്രാമഫോണ്. അതേപോലെ തന്നെ കണ്ണുകാലിത്തട്ടാന്ന് പറയും. പശുവിൻ്റെ ആടിൻ്റെയൊക്കെ കഴുത്തിൽ പണ്ട് മേയ്ക്കാൻ വിടുന്ന സമയത്ത് നമ്മൾ കെട്ടിവിടുന്ന സംഭവമാണ് ഇത്. മണിക്ക് പകരം കെട്ടിവിടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് വന്യമൃഗങ്ങൾ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യത്തില്ലെന്നാണ് പറയുന്നത്, ഈ മുളയിലുള്ള സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ. അതേപോലെ തന്നെ മെതിയടി, നമ്മുടെ പണ്ടത്തെ കുതിരവണ്ടിയുടെയൊക്കെ ഹോണാണ് ഈ കാണപ്പെടുന്നത്. ഉപ്പ് പരവി എന്ന് പറയും. ഉപ്പ് മരവി അല്ലെങ്കിൽ ഉപ്പ് കല്ലിട്ടിട്ട് വെള്ളം ഒഴിച്ച് പണ്ട് കാലത്ത് കുക്കിങ്ങിൻ്റെ ആവശ്യത്തിനിടും. ഇതിനകത്തിനാണ് നമ്മൾ കുക്കിംഗ് എടുക്കുന്നത്. നമ്മുടെ വെളിയിൽ നിങ്ങൾ സിങ്ക് ഗോട്ടിനെ കണ്ടില്ലേ? ആ ഗോട്ടിൻ്റെ കൊമ്പ, ഊരിപ്പോയ കൊമ്പ നമ്മൾ ഊരിക്കളയും, എന്നിട്ട് പിന്നെ വീണ്ടും കിളിച്ചു വരും. അങ്ങനെയാണ് തോടം അളക്കാൻ ഉപയോഗിക്കുന്ന സംഭവം. പണ്ട് കാലത്ത് മനുഷ്യർ വാ കൊണ്ട് ഊതി വീർപ്പിച്ചുണ്ടാക്കിയ ഭരണിയാണ് ഈ കാണപ്പെടുന്നത്. പിടിച്ചു, താഴെ ഇടരുത്, നല്ല വിലയാണ്, വിടുവാണ്. വാ കൊണ്ട് ഊതി വീർപ്പിച്ചാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. ഇത് കുപ്പിയാണ്. തേനിട്ട് വെക്കാനും അല്ലെങ്കിൽ വൈനിട്ട് വെക്കാനും ഒക്കെയാണ് കൂടുതലും യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ലോകത്തെ ഏറ്റവും സ്മോളസ്റ്റ് ഖുറാൻ, ഇതിലും ചെറിയ ഖുറാൻസ് ഉണ്ട്.
നമ്മുടെ കയ്യിലുള്ള ഏറ്റവും ചെറിയ ഖുറാൻ അറബിയിലാണ് ഫുള്ളായിട്ടുണ്ടത്. ഒരു ഖുറാൻ ഫുള്ളായിട്ട് അതിനകത്തുണ്ട്. പാതാളക്കരണ്ടി, നമ്മുടെ പണ്ട് കാലത്ത് കിണറ്റിന് സാധനങ്ങൾ എടുക്കുന്ന പാതാളക്കരണ്ടി എന്ന് പറയുന്ന സംഭവം. അതേപോലെ തന്നെ പഴയ ത്രാസ്, പണ്ടത്തെ ക്ലോക്ക്, പഴയ ക്യാമറ, വീഡിയോ ക്യാമറ, അലാവുദ്ദീൻ അത്ഭുത വിളക്ക് എന്ന് പറയുന്ന വിളക്ക്, മന്ത്രം ചൊല്ലി വിളിച്ചു വരുത്താനൊക്കെ പറയത്തില്ലേ, അതിനുപയോഗിക്കുന്ന വിളക്കാണ് ഈ കാണപ്പെടുന്നത്. ഇത് ലാവ കല്ല്, ലാവ പൊട്ടിയിട്ട് തണുത്തുറയുമ്പോൾ അത് സ്റ്റോണായിട്ട് മാറും. അങ്ങനെ മാറിയ കല്ലാണ്, എടുത്തു നോക്കിക്കോളൂ. പണ്ടത്തെ ആഷ്ട്രയെ നിങ്ങളുടെ തലയിൽ ഈരിനെ എടുക്കുന്ന ഈരോലി, എഴുത്തോല, അതിലെഴുതുന്ന എഴുത്താണി എന്ന് പറയുന്ന സാധനമാണ് ഈ കാണപ്പെടുന്നത്. അതേപോലെ തന്നെ പണ്ടത്തെ ചുണ്ണാമ്പിയപ്പ്, ഭസ്മച്ചെപ്പ്, പകിട, പണ്ട് രാജാക്കന്മാർ കളിക്കത്തില്ലേ പകിട 12 എന്ന് പറഞ്ഞ് കളിക്കുന്നത്, അതാണ് സംഭവം. കുരിശുമണി, പണ്ടത്തെ പ്രഷർ നോക്കുന്നത്. അതേപോലെ തന്നെ കുതിരവണ്ടിയുടെ പുറകിലത്തെ ചവിട്ടുപടി, പഴയ തേപ്പൂട്ടി, പട്ട് സോഡ, ഔൺസ് കുപ്പി, ഇത്രയും സംഭവങ്ങളാണ് ഇരിക്കുന്നത്. ഇനി നിങ്ങൾ അകത്ത് എമു പക്ഷിയെ കണ്ടില്ലായിരുന്നോ? കണ്ടായിരുന്നോ? ഇത് ഒരു മുട്ട ഏകദേശം 6-7 പേർക്ക് കഴിക്കാൻ പറ്റും. അല്ലല്ല, ഇത് എമുവിൻ്റെ, അത് ഒട്ടകപ്പക്ഷിയുടെ. ഇത് ഏകദേശം ഒരു 6-7 പേർക്ക് കഴിക്കാൻ പറ്റും. ഒരു മുട്ട പൊട്ടിച്ചാൽ 500 രൂപ മുതൽ 1500 രൂപ വരെ മാർക്കറ്റിൽ വിലയുണ്ട് ഈ മുട്ടയ്ക്ക്. ഇത് ഒട്ടകപ്പക്ഷിയുടെ മുട്ടയാണ് ഈ കാണപ്പെടുന്നത്. ഇതേപോലെ തന്നെ എമു പക്ഷിയുടെ മുട്ട നിങ്ങളെപ്പോലെ ഒരു കസ്റ്റമർ കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് അവർ കഴിച്ചതിന് ശേഷം നമുക്ക് തോട് കൊണ്ടു തന്നു. അത് നമ്മൾ പടം വരച്ച്, വൈഫ് പടം വരച്ച് അതിലൂടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നതാണിത്. ഇത് കഴിച്ചതിന് ശേഷം കണ്ടില്ലേ. ഇനി ഇതെല്ലാം പണ്ടത്തെ മൊബൈൽ ഫോണ്, പണ്ടത്തെ ലൈറ്റർ, മുള്ളംപന്നിയുടെ മുള്ള്, വെറ്റില ചെല്ലം, അറയുടെ നിലവറയുടെ പൂട്ടും താക്കോലും, ഏറ്റവും സ്മോളസ്റ്റ് കൂജ, പോക്കറ്റ് വാച്ച്, പണ്ടത്തെ മണ്ണെണ്ണ വിളക്ക്, കുപ്പിവിളക്ക്, ഓട്ട് ഗ്ലാസ്, മുള ഗ്ലാസ് പറയുന്ന സാധനങ്ങളാണ്. തിരികല്ല് നമ്മൾ പണ്ട് കാലത്തൊക്കെ മാവാട്ടാനും അങ്ങനെയൊക്കെയുള്ള ഒരു പർപ്പസിന് അരയ്ക്കാനും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. ഇത് പണ്ട് കാലത്തെ മിക്സി എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. അതായത് ഈ പിന്നെ നമ്മൾ പൊടിക്കാനും അരിക്കാനും ഒക്കെ ഇതിനകത്ത് ഇട്ട് കൊടുക്കും. ഈ പണ്ട് കാലത്ത് കട്ട്ലറ്റ് അരിക്കാനും അങ്ങനെയൊക്കെയുള്ള ഒരു പർപ്പസിന് വേണ്ടി ഇട്ടേക്കുന്ന പണ്ടത്തെ മിക്സി എന്ന് വേണമെങ്കിൽ പറയാം. ഇത് കലപ്പ, ചെളിക്കലപ്പ എന്ന് പറയും. നമ്മൾ പണ്ട് കാലത്ത് ഉടയാൻ ഉപയോഗിക്കുന്ന കണ്ടം പൂട്ടാനും ഒക്കെ ഉപയോഗിക്കും. അതുപോലെ ഇതൊക്കെ എല്ലായിടത്തും ഉള്ളതാണ്. ആട്ടുകല്ല്, ഒരല്, ഒലക്ക, പണ്ടത്തെ വിത്തോട്ടി എന്ന് പറയുന്ന സംഭവം, നെല്ലുകോരി. പിന്നെ ഈ വീട് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവുമായിരിക്കും. ഏകദേശം നിരവധി മലയാളം തമിഴ് സിനിമയിലൊക്കെ ഉള്ള ഒരു വീടാണ് ഇത്. 25 വർഷം പഴക്കമുള്ള ഒരു ചന്ദനമരമാണ് ആ നിൽക്കുന്നത്. ഇതിന് ഈ നാലുകെട്ടിൻ്റെ ഒരു പ്രത്യേകത, ഏകദേശം ഒരു 10-15 ബെഡ്റൂംസോളം ഈ വീടിനകത്തുണ്ട്. പഴയ നാലുകെട്ട് വീടാണ്. അത് അച്ഛൻ ഇങ്ങനെ പുതുക്കി കൊണ്ടുവന്ന് ഞാനും അതിപ്പോൾ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുവരുന്നു. എത്ര വെള്ളം വീണാലും പൊങ്ങത്തില്ല, താന്ന് തന്നെ പൊയ്ക്കോളും. അങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് നമ്മുടെ പണ്ടത്തെ റേഡിയോ, ടേപ്പ് റെക്കോർഡർ, അതിൻ്റെയൊക്കെ കുറേ കളക്ഷൻസാണ് ഈ കാണപ്പെടുന്നത്. പണ്ടത്തെയൊക്കെ എല്ലാം വർക്കിംഗ് കണ്ടീഷനാണ്, ഏകദേശമൊക്കെ ഒരു വർക്കിംഗ് കണ്ടീഷൻസാണ് ഇതെല്ലാം. അതേപോലെ തന്നെ പണ്ടത്തെ VCD, VCR, അതേപോലെ തന്നെ പണ്ട് കാലത്തെ TV-കൾ, അങ്ങനെ ഇറങ്ങിയ TV-കൾ, ഒണീഡ TV, പണ്ടത്തെ നമ്മൾ ഡയൽ ചെയ്യുന്ന ടൈപ്പിലെ ഫോണിൻ്റെ കുറേ കളക്ഷൻസാണ് ഈ കാണപ്പെടുന്നത്. കോയിൻസ് ഇട്ട് വിളിക്കുന്ന ഫോണ്, പണ്ടത്തെ പെട്രോൾ മാക്സ്, അങ്ങനെ കുറേ കളക്ഷൻസാണ് ഈ കാണപ്പെടുന്നത്. അതേപോലെ തന്നെ പണ്ടത്തെ മേശത്രാസ്, പണ്ടത്തെ സ്വിച്ച് ബോർഡും ഫാൻ്റെ റെഗുലേറ്ററും, പഴയ ടേബിൾ ലാമ്പ്, മരത്തിൻ്റെ പരിച, പണ്ടത്തെ ത്രാസ്, എലിപ്പെട്ടി, അങ്ങനെ പറയുന്ന സാധനങ്ങൾ. ഇത് നമുക്ക് അറിയാമല്ലോ, പണ്ടത്തെ പണപ്പെട്ടി, പൈസ ഇട്ട് വെക്കാൻ ഉപയോഗിക്കുന്ന പെട്ടിയാണിത്. ചെടിക്ക് വെള്ളം ഒഴിക്കുന്നത്. അതേപോലെ തന്നെ പണ്ടത്തെ വീഡിയോ കാസറ്റ്, ഓഡിയോ കാസറ്റ്, കൊച്ചു കുട്ടികൾക്ക് ഇതൊന്നും കണ്ടിട്ടില്ല, അവർക്ക് വേണ്ടി വെച്ചിരിക്കുന്നതിന് മാത്രമേ ഉള്ളൂ. സൈക്കിളിൻ്റെ കൊട്ട, പണ്ട് സ്കൂളിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന പെട്ടികളായത്. അതേപോലെ തന്നെ ട്രങ്ക് പെട്ടികൾ, നമ്മൾ കുതിരയ്ക്ക് അടിക്കുന്ന ലാടം ഇത് കേട്ടോ. എല്ലാം 10-35 ദിവസം കൂടിയിരിക്കുമ്പം എല്ലാ കുതിരകൾക്കും ലാടം അടിക്കും, മാറി മാറി നമ്മൾ അടിക്കും. അത് ഇല്ലെങ്കിൽ കാലിൻ്റെ തേയ്മാനത്തിന്. അതേപോലെ തന്നെ കുതിരയുടെ ആക്സസറീസ്, ഒട്ടകത്തിൻ്റെ ആക്സസറീസ്, അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഇത്. പണ്ടത്തെ കുറ്റിപ്പമ്പ് എന്ന് പറയും, മരുന്നടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന പമ്പ്, ഗിറ്റാറ്, സോഡാ മേക്കർ, ടേബിൾ ലാമ്പ്, പണ്ടത്തെ പരിച, വാള്, കോളാമ്പി, അതേപോലെ തന്നെ പല കുപ്പികളുടെ കളക്ഷൻസ്, സ്പ്രേ കുപ്പി, ലിക്വർ കുപ്പിയുടെയൊക്കെ വെറൈറ്റി കുപ്പികളുടെ കളക്ഷൻസാണ് ഈ കാണപ്പെടുന്നത്. അതേപോലെ തന്നെ ഇത് ചിരവ, തടി ചിരവ, മക്കിടി, കൊരണ്ടി, അങ്ങനെ പറയുന്ന പണ്ടത്തെ ആയുധങ്ങൾ ഇതാണ്. ഇത് പണ്ടത്തെ ഹാർമോണിയമാണ്, പഴയ ഹാർമോണിയം. ഇനിയും പണ്ട് സൈക്കിള് റോഡിൽ ഇറക്കണമെങ്കിൽ ലൈസൻസ് വേണമായിരുന്നു. സൈക്കിൾ 65-66 വർഷത്തിൽ സൈക്കിൾ ലൈസൻസ് നിർബന്ധമാണ്. ആ സൈക്കിളിൻ്റെ ലൈസൻസാണ് ഈ കാണപ്പെടുന്നത്. ഇതില്ലെങ്കിൽ ഫൈനായിരുന്നു. പഞ്ചായത്ത് ലൈസൻസ് നിർബന്ധമായിരുന്നു. അതേപോലെ തന്നെ പണ്ടത്തെ 10 ലക്ഷം രൂപയുടെ ലോട്ടറി ടിക്കറ്റും അംബാസഡർ കാറും, അതൊക്കെ വളരെ റെയറായിട്ട് കാണുന്ന സാധനങ്ങളാണ് ഇതെല്ലാം. അതേപോലെ തന്നെ പണ്ട് ഇപ്പോഴത്തെ റേഷൻ കാർഡ് എന്ന് പറയുന്നത് വളരെ ചെറിയ കാർഡല്ല, അന്നത്തെ നല്ല വലിപ്പമുള്ള ഒരു കാർഡായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ലോകം.
ഇവിടെ തന്നെ നമുക്ക് സ്നാക്സൊക്കെ കഴിക്കാനുള്ള ഷോപ്പും ഉണ്ട്. പിന്നെ ഓരോന്നിൻ്റെ റേറ്റൊക്കെ ഇവിടെ ബോർഡുണ്ട്. എൻട്രി ഫീസ് 50 കുതിരവണ്ടി സവാരി ഉണ്ട് 100 രൂപ ഒരാൾക്ക്, ബോട്ടിങ് 50, കുതിരസവാരി 100, ഒട്ടക സവാരി 150. അപ്പോൾ നമ്മുടെ ഫാമിൽ അറിയാമല്ലോ, നമുക്കിവിടെ ഗിനിപ്പന്നി മുതൽ ഒട്ടകം വരെയുള്ള എല്ലാ ഐറ്റംസും നമ്മുടെ ഫാമിലുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ ഒരു ഫാമിൽ ഒരു പുതിയ സംരംഭം കൂടെ ആരംഭിച്ചിട്ടുണ്ട്. ഒരു കുട്ടികൾക്ക് വേണ്ടി ഒരു മിറാക്കിൾ കേവ് എന്ന് പറയുന്ന ഒരു സംഭവം. അതായത് ഒരു 50 മീറ്റർ നീളത്തിൽ ഒരു ഗുഹ നിർമ്മിച്ചിട്ട് അതിനകത്ത് പണ്ട് കാലത്ത് ജീവിച്ചിരുന്ന ഗുഹാജീവികളെയും അതേപോലെ തന്നെ കുറച്ച് ജീവികളുടെ ലൈഫ് സൈക്കിള് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് ഇപ്പം ഏകദേശം ഒരു 10-30 ഐറ്റംസോളം ഇനി നമുക്ക് ആഡ് ചെയ്യാൻ കിടപ്പുണ്ട്. അപ്പോൾ ഇപ്പം ജസ്റ്റ് നമ്മൾ പെട്ടെന്ന് ഇനാഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഓപ്പൺ ആക്കി കൊടുത്തിരിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വരുന്ന എൻട്രി ടിക്കറ്റിനകത്ത് 50 രൂപയ്ക്കകത്താണ് ഈ പറയുന്ന എല്ലാം കാണാൻ പറ്റുന്നത്. അതിനകത്ത് ഈ മിറാക്കിൾ കേവും നിങ്ങൾക്ക് കാണാം. അതേപോലെ തന്നെ ഒരു ട്രസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞ ഒരു സ്റ്റേജ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു ഓപ്പൺ സ്റ്റേജാണിത്. അപ്പോൾ ഇതിനകത്ത് ജസ്റ്റ് ബർത്ത്ഡേ പാർട്ടി അങ്ങനെയുള്ള ചെറിയ ചെറിയ ഫങ്ഷൻസൊക്കെ നമുക്ക് നടത്താൻ പറ്റും. അത് ഇവിടെയാണ് സ്റ്റേജ് ഓപ്പൺ ആക്കിയത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഓപ്പണായിട്ട് ഇരുന്ന് എല്ലാവർക്കുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെയുള്ളൊരു സംഭവം ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു വലിയ ഒട്ടപ്പക്ഷിയുടെ മുട്ട നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഓപ്പൺ സ്റ്റേജിൽ ഒരു പ്രോഗ്രാം പറ്റുമെന്ന് പറഞ്ഞില്ല. അപ്പോൾ നമുക്ക് അവർക്ക് ഫുഡിൻ്റെ ഐറ്റം ഒക്കെ നമ്മളിവിടെ എല്ലാ ഐറ്റംസും അറേഞ്ച് ചെയ്ത് കൊടുക്കും. ഹോംലി ഫുഡ് വേണമെങ്കിൽ ഹോംലി ഫുഡ് കൊടുക്കും. അല്ലെങ്കിൽ പക്ഷേ ഫുഡ് നേരത്തെ ബുക്ക് ചെയ്യണം. ഇപ്പോൾ വരുന്ന കസ്റ്റമേഴ്സ് സ്കൂള് അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ നമ്മൾ ഫുഡ് നമുക്ക് ഓർഡർ തരും. നമ്മൾ അങ്ങനെ ചെയ്തു കൊടുക്കും. കാരണം ഇവിടെ തിരക്ക് കൂടുതലാണ് ഇപ്പം. അപ്പോൾ അതുകൊണ്ട് ഓർഡർ അനുസരിച്ചിട്ട് ഇപ്പം നമ്മൾ ചെയ്യത്തുള്ളൂ. അപ്പോൾ അവർക്കുള്ള എല്ലാ ഐറ്റംസും നമ്മൾ ഇവിടെ നിന്ന് കൊടുക്കും. ജസ്റ്റ് വന്ന് പ്രോഗ്രാം ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. നന്ദന ഫാംസ് ആൻഡ് ചിൽഡ്രൻസ് പാർക്കിൽ ഞാൻ ഇന്ന് എൻ്റെ മക്കളെയും കൊണ്ടാണ് വന്നത്. കണ്ടോ, അവർ നന്നായിട്ട് എൻജോയ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ചെറിയൊരു മഴ വന്നു, എന്നിട്ട് പോലും മോൾ അവിടുന്ന് മാറാതെ നിന്ന് ഭയങ്കരമായിട്ട് കളിയൊക്കെയാണ്. അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവിടെ ഫാമിലിയും കുട്ടികളും ഒക്കെ ആയിട്ട് വന്നിട്ട് നല്ലതായിട്ട് നമുക്ക് സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റിയിട്ടുള്ളൊരു നല്ല സ്ഥലമാണ്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിട്ട് പത്തനംതിട്ട ജില്ലയിലെ അടൂർ തട്ട ഒരുപ്പുറത്ത് ദേവീക്ഷേത്രത്തിനോട് തൊട്ടടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കുട്ടികളും ഫാമിലിയായിട്ട് വരിക, എൻജോയ് ചെയ്യുക. ഇതിൻ്റെ സമയം ഒന്നുകൂടെ പറയാം. രാവിലെ 11 തൊട്ട് വൈകിട്ട് 6 മണി വരെയാണ് എൻട്രി ടൈം. 8 മണി വരെ നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം സൺഡേയും സാറ്റർഡേ ഒക്കെ ആണെങ്കിൽ ഇവിടെ ഭയങ്കര റഷായിരിക്കും. അതുപോലെ ഇപ്പോൾ വെക്കേഷൻ ആയിരിക്കുന്നത് കൊണ്ടും കുട്ടികളുടെ തിരക്കാണ്. മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.